നമസ്കാരം. ശ്രീനാരായണ സഹോദര ധർമ്മവിധി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി രൂപീകരണവും പ്രവർത്തക യോഗവും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ജോയിന്റ് കൗൺസിൽ ഹാളിൽ വെച്ച് നടക്കുകയുണ്ടായി. ബാബു ഗോപിനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചടങ്ങുകൾക്ക് ഉദ്ഘാടനം കുറിച്ചത് ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദാണ്. അദ്ദേഹം നിരവധി കാര്യങ്ങളാണ് ഈ യോഗത്തിൽ സംസാരിച്ചത്. അതായത് പ്രധാനമായും പറഞ്ഞത് SNDP യോഗത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ചും അതിന് ഗുരുദേവൻ കണ്ട ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ആ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് തീർത്തും വിഭിന്നമായ ഒരു പാതയിലൂടെയാണ് ഇപ്പോൾ അതിൻ്റെ ഭരണാധികാരികളായ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടുന്ന ഒരു വിഭാഗം കൊണ്ടുപോകുന്നതും അതൊരു വല്ലാത്തൊരു മൂല്യച്യുതിയിലേക്ക് അധപ്പതിച്ചു പോവുകയാണ് എന്നുള്ള വിശദമായ വിവരങ്ങളാണ് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിലൂടെ സൂചിപ്പിച്ചത്. അതായത് ശ്രീനാരായണ ധർമ്മം പുനഃസ്ഥാപിക്കാൻ തീർത്തും യോഗ്യരായവർ ഈ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയിൽപ്പെട്ടവരാണ്. കാര്യം അവർ തീർച്ചയായും ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാളുടെ ഭരണത്തിൽ തീർത്തും അസംതൃപ്തരാണ് എന്നുള്ള കാര്യമാണ് സത്യം. കാര്യം സമൂഹത്തെ ഒന്നടങ്കം വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തെ ഒന്നടങ്കം ശ്രീനാരായണീയ സമൂഹത്തെ ഒന്നടങ്കം ഈ പറയുന്നത് പോലെ ഒറ്റിക്കൊടുക്കുന്ന തരത്തിലുള്ള സമീപനമാണ് അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഏകദേശം 1/4 നൂറ്റാണ്ടായി ഈ സംഘടനയുടെ തലപ്പത്തിരുന്നുകൊണ്ട് ചെയ്തു വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം വളരെ വിശദമായി തന്നെ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രതിപാദിക്കുകയുണ്ടായി. അതായത് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് ശ്രീനാരായണീയർ എന്നുള്ള ഒരു വസ്തുത അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ തീർത്തും അവതാര പുരുഷനായ അദ്ദേഹം ഗുരുദേവൻ തീർച്ചയായും ജീവിക്കുന്നത് ഈ പറയുന്നവരുടെ മനസ്സിലാണ്, ഈ നമ്മുടെയൊക്കെ മനസ്സിലാണ് എന്നുള്ള കാര്യവും അദ്ദേഹം പ്രവർത്തകരോട് ഉദ്ബോധിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഗുരുദേവന്റെ ദർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, നമുക്കറിയാവുന്ന പോലെ ശ്രീനാരായണ ഗുരുദേവൻ എപ്പോഴും മനുഷ്യനെ കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത്. മനുഷ്യൻ ഒന്നാവുക, മനുഷ്യൻ നന്നാവുക, സംഘടന കൊണ്ട് ശക്തിപ്പെടുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്നാണ് മനുഷ്യൻ ഒന്നാണ്, എല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു ധാരണ. അത്തരത്തിലുള്ള ഒരു ആശയം ഇവിടെ നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. എല്ലാവരും ഒരു ഏകോദര സഹോദരന്മാരായി ഇവിടെ ജീവിക്കാൻ ഒരു ആവശ്യത്തെക്കുറിച്ചും അതോടൊപ്പം അങ്ങനെ ചെയ്താൽ മാത്രമേ, അങ്ങനെ ഏകോദര സഹോദരങ്ങളായി നമ്മളെല്ലാവരും ജീവിച്ചെങ്കിൽ മാത്രമേ ഇവിടെ ഗുരുദേവൻ വിഭാവനം ചെയ്ത പോലെയുള്ള ഒരു സമത്വം എന്ന് പറയുന്നൊരു ആശയം നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ നാടെന്നല്ല, എപ്പോഴും ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങൾക്കൊരു സാർവലൗകികമായ ഒരു പ്രസക്തിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ എല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു ആശയം എല്ലാവരും ഉൾക്കൊള്ളേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ലോകത്ത് എല്ലാവരും സമത്വ ഭാവനയോടുകൂടി ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ വളരെ വ്യക്തമായി തന്നെ പ്രവർത്തകരോട് പറഞ്ഞു. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP യോഗത്തിന്റെ അമരക്കാരനായിരിക്കുന്ന ശ്രീനാരായണ ദർശനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന, സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളോട് യാതൊരുവിധമായ കൂറും സത്യസന്ധതയും പുലർത്താതെ SNDP യോഗത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ആ കസേരയിൽ നിന്നും ഇറക്കി വിടുക എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ലക്ഷ്യമിടുന്നത്. എങ്കിൽ മാത്രമേ ശ്രീനാരായണ ധർമ്മം SNDP യോഗത്തിൽ പുനഃസ്ഥാപിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെയും ചിന്ത SNDP യോഗത്തിൽ ശ്രീനാരായണ ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടുക എന്നുള്ളതായിരിക്കും. അതിനുവേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ ചെയ്ത കാര്യം നമ്മൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ സമൂഹത്തിലെ അവശത അനുഭവിക്കുന്നവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി സ്വന്തം ജീവനും വപസ്സും ഉഴിഞ്ഞുവെച്ച് നമുക്ക് വേണ്ടി ജീവിച്ച അവതാര പുരുഷനാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഇന്ന് ശ്രീനാരായണ ഗുരുദേവൻ ജീവിക്കുന്നത് നമ്മുടെ എല്ലാ മനസ്സിലാണ്. അപ്പൊ അതിൽ നിന്നും എല്ലാവർക്കും സമത്വം എന്ന ആശയം, ശ്രീനാരായണ ഗുരുദേവന്റെ സമത്വം എന്ന ആശയം, എല്ലാവരും ഏകോദര സഹോദരങ്ങളായി ഒന്നായി കഴിയണം എന്നുള്ള ഗുരുവിന്റെ ദർശനമാണ് നമുക്കിവിടെ നടപ്പാക്കേണ്ടത്. അങ്ങനെ നടപ്പായെങ്കിൽ മാത്രമേ നമുക്കെല്ലാവരും സമത്വ സുന്ദരമായ ഒരു ലോകം വിഭാവനം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അപ്പൊ അതിനുള്ള മാറ്റം വരുത്തണമെങ്കിൽ തീർച്ചയായും ഇന്ന് അധികാര വർഗം
എപ്പോഴും നമുക്കെതിരായിട്ടാണ് നിലപാടുകൾ എടുക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ചടങ്ങിൽ ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ സംഘടിപ്പിച്ച തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി രൂപീകരണവും അതോടൊപ്പം തന്നെ 27 അംഗ കമ്മിറ്റിയെ അവിടെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഇതിൽ പന്മന സുന്ദരേശൻ, സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പന്മന സുന്ദരേശൻ മുഖ്യ പ്രഭാഷണം നടത്തി. അതോടൊപ്പം തന്നെ അതിൻ്റെ ജില്ലാ ഭാരവാഹികളെയും ഈ ചടങ്ങിൽ തെരഞ്ഞെടുക്കുകയുണ്ടായി. ജില്ലാ പ്രസിഡന്റായി ബാബു ഗോപിനാഥിനെയും അതുപോലെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആറ്റൂർ അനി, വൈസ് പ്രസിഡന്റ് സന്ദീപ് തിരുവനന്തപുരം, വൈസ് പ്രസിഡന്റുമാരിൽ ബാക്കി കൂടിയുണ്ട്. മധുകുമാർ കുളത്തൂർ, സി വേലപ്പൻ പാറശാല, നിഷാന്ത് ആറ്റിങ്ങൽ തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു. അതോടൊപ്പം സെക്രട്ടറി ആയിട്ട് രാജേഷ് കുറ്റിച്ചൽ ആര്യനാട്, ജോയിന്റ് സെക്രട്ടറി സുധാകരൻ പരുത്തിപ്പള്ളി, അതോടൊപ്പം തന്നെ ട്രഷറർ സ്ഥാനത്തേക്ക് ഷിബുലാൽ കാലടി, ജോയിന്റ് സെക്രട്ടറിമാരായി സുധാകരൻ പരുത്തിപ്പള്ളി, ബിനു കെ പാറശാല, തുളസി കോലത്തുകര, സാബു നെയ്യാറ്റിങ്കര തുടങ്ങിയവർ ജോയിന്റ് സെക്രട്ടറിമാരും. അതോടൊപ്പം ട്രഷററായി ഷിബുലാലിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തുകൊണ്ടാണ് സമ്മേളനം അവസാനിച്ചത്. എന്തായിരുന്നാലും പുതിയൊരു തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ ചുവടുവയ്പ്പായിരിക്കും. എല്ലാ ജില്ലകളിലും ഈ പറയുന്ന പോലെയുള്ള ശ്രീനാരായണ സഹോദര ധർമ്മവേദി ജില്ലാ അടിസ്ഥാനത്തിലും താലൂക്ക് അടിസ്ഥാനത്തിലും ശാഖാ അടിസ്ഥാനത്തിലും വലിയൊരു പ്രസ്ഥാനമായി പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന SNDP യോഗത്തിൻ്റെ അന്തകൻ എന്നുള്ള നിലയിൽ നമ്മൾ കാണേണ്ട ഒരാളുടെ ഇറങ്ങിപ്പോക്ക്, അദ്ദേഹത്തിനെ ആ കസേരയിൽ നിന്ന് മാറ്റി പകരം അതിന് യോഗ്യനായ ഒരാളെ തെരഞ്ഞെടുക്കും വരെ ഇവരുടെ സമരം, ശ്രീനാരായണ സഹോദര ധർമ്മവേദി സമരം അവസാനിപ്പിക്കില്ല എന്നുള്ളൊരു നിർദ്ദേശം കൂടി അല്ലെങ്കിൽ ഒരു സൂചന കൂടി നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.